ഒക്ടോബർ മാസം 15-ാം തീയതി ക്രിസ്തുവർഷം 2025 പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഈ പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവവചനം നിങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ദൈവം സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മലയിലെ പ്രസംഗം. അത് വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. അതിൽ നിന്നാണ് ഇന്ന് തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം. 24 മുതൽ 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടെതിരെ അവൻ അവരോട് ഉപദേശിച്ചത്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവവും കർത്താവും പരിപാലകനും രക്ഷിതാവും കർത്താവുമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പുത്രനെ അയച്ച് ഞങ്ങൾക്ക് രക്ഷ ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം, അത് പ്രമാണിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവീസത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വരുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അടിസ്ഥാനങ്ങൾ നമുക്കറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നല്ല അടിസ്ഥാനങ്ങളല്ല എങ്കിൽ അത് ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ പ്രവൃത്തികൾക്കൊത്തവണ്ണം നാം അലഞ്ഞ് തിരിഞ്ഞ് വീണു പോകാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം അതൊന്ന് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം പഠിച്ചത് അനാദിയായി ശാശ്വതമായ ദൈവം തന്നെയാണ്. ഈ ദൈവം അനാദിയായി ശാശ്വതമായിരിക്കുമ്പോൾ ഒരിക്കൽ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അതുകൊണ്ട് അവൻ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ അവൻ ഇഷ്ടപ്രകാരം അവൻ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി, മനുഷ്യൻ്റെ ഛായയിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. എന്നാൽ പാപം ചെയ്ത് ത്യജിച്ച് നഷ്ടപ്പെട്ട പാപികളായി തീർന്ന പാപം ചെയ്യുന്ന മനുഷ്യരെ ഉദ്ധരിക്കാൻ ദൈവം തീരുമാനിച്ചാണ് തൻ്റെ പുത്രനല്ല. ഇതെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടോ എന്ന്, ഈ അടിസ്ഥാനങ്ങളിൽ പണിയപ്പെട്ട ക്രൈസ്തവ ജീവിതമാണോ നാം നയിക്കുന്നത്, നമ്മുടെ വിശ്വാസം അതിന് അപ്രകാരമാണോ എന്നുള്ളത് പരിശോധിക്കുന്നത് നമുക്ക് ഗുണകരം ആയിരിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വാക്യങ്ങളാണ്. മലയിലെ പ്രസംഗം വളരെ പ്രധാനമാണ്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു. രാജാവ് ഇതാ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു, രാജാവ് രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാൻ തക്കവണ്ണം ഒരു ജനത്തെ അവൻ ഒരുക്കുകയാണ്. അതിനുവേണ്ടി യോഹന്നാൻ സ്നാപകനെ അയക്കുന്നു. അവൻ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞു. മാനസാന്തരം, സ്നാനം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ ഇതൊന്നും തന്നെ ഇന്ന് നമ്മുടെ പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് വളരെ ശോചനീയമായ വിഷയമാണ്. അതുകൊണ്ട് അടിസ്ഥാനങ്ങളിലേക്ക് നാം കടക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പം അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗം നമ്മൾ പഠിക്കുമ്പോൾ 6
5, 6, 7 അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദൈവരാജ്യം സംബന്ധിച്ച ഉപദേശങ്ങളാണ് അവിടെ ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് സഭയ്ക്ക് നമുക്ക് പഠിക്കാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട്. അപ്പോൾ നാം തീർച്ചയായിട്ടും കേൾക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. നമുക്കറിയാം, ദൈവം തൻ്റെ വെളിപ്പാടുകൾ നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആദിയിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട്, പിതാക്കന്മാരോട് പ്രവാചകന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്തിൻ്റെ പുത്രനോട് സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുത്രൻ വന്ന് അതിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ സന്ദർഭോചിതമായി നാം പഠിച്ചാൽ അത് നമുക്ക് വളരെ ഗുണകരമായിരിക്കും. അതുകൊണ്ട് കർത്താവാണ് വലുത്, കർത്താവിൻ്റെ വ്യക്തിത്വമാണ് വലുത്, അവൻ്റെ കാൽവരി മരണമാണ് വലുത്. അവനിലാണ് നാം വിശ്വസിക്കേണ്ടത്, അവൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത്. അവൻ്റെ വാക്കുകൾ എന്ന് ഞാൻ പറയുമ്പോൾ തിരുവചനത്തിൽ നിന്ന് അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൻ്റെ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും വഴി നമുക്ക് നൽകി അത് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ബൈബിളിൻ്റെ അനുസരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട. ഇതാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കി നാം ജീവിക്കേണ്ടത്. ഇവിടെ പറയുന്നത് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അപ്പോൾ കേൾക്കണം, ചെയ്യണം. അവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. അതുകൊണ്ട് പാറ നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, ഐ ആം ദി റോക്ക്, ഐ ആം ദി ഷെപ്പേർഡ്. ഞാൻ പാറയാകുന്നു, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് പത്രോസിനോടുള്ള ബന്ധത്തിലും നമുക്കറിയാതെ ആ പാറ പത്രോസ് ഏറ്റു പറഞ്ഞ കാര്യങ്ങളാണ്. പാറ വളരെ ബലമുള്ള ഒരു കാര്യമാണ്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പർവ്വതങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം എന്തോരം പാറകളാണ് അവിടെ. അത് എത്രയോ ശാശ്വതമായ കാര്യങ്ങളാണ്. അതിന് മുമ്പ് ദൈവമുണ്ട്, ദൈവം ഉണ്ടാക്കിയ കാര്യമാണ് പാറ. ആ പാറമേൽ ദൈവത്തിന്മേൽ, ദൈവത്തിൻ്റെ വചനത്തിന്മേൽ തൻ്റെ പുത്രൻ പറഞ്ഞ കാര്യങ്ങൾ, അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനമായിരിക്കണം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ, അടിസ്ഥാനങ്ങൾ എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വചനങ്ങളെ കേട്ട് അത് ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ദൈവരാജ്യത്തേക്ക് കടക്കണത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. മാനസാധനത്തിൻ്റെ പ്രവൃത്തി അവർ അന്നത്തെ കാലം ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ നമുക്കറിയാം, ദൈവരാജ്യം അവർക്ക് അവൻ നൽകാമെന്ന് തീരുമാനിച്ചു. രാജാവിതാ വന്നിരിക്കുന്നു എന്ന രാജാവിനെ അവർ അംഗീകരിക്കാതെ അവനെ ക്രൂശിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് രാജ്യത്തിന് എന്ത് പറ്റി? തീർച്ചയായിട്ടും അത് മാറ്റി വച്ചിരിക്കുകയാണ്. അത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ആ ചോദ്യമാണ് കർത്താവിനോട്, പുനരുദ്ധാനം ചെയ്ത കർത്താവിനോട് അപസമാനിച്ചത്. നീ എപ്പോഴാണ് ഈ ദൈവരാജ്യം, ഇസ്രായേലിൻ്റെ രാജ്യം വീണ്ടും സ്ഥാപിച്ചു കൊടുക്കാൻ പോകുന്നത്? അവൻ പറയുന്നത്, നിങ്ങൾക്കുള്ളത് അറിയേണ്ട കാര്യങ്ങളില്ല, നിങ്ങളെൻ്റെ സാക്ഷികളാകും. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നിങ്ങളെൻ്റെ സാക്ഷികളാകും. അതിനുശേഷം നടക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മൾ ഇന്നായിരിക്കണം. അതെന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ വചനം, കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭാജീവിതം, ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബ ജീവിതം, ഒരു സാമൂഹ്യ ജീവിതം, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പാറമേൽ പണിത ബുദ്ധിമാനുള്ള മനുഷ്യന് എന്ത് പറ്റിയും? വൻമഴ പെയ്തു, ജലപ്രളയം വന്നു, കാറ്റ് വീടിന്മേൽ അടിച്ചു. പാറമേലായതുകൊണ്ട് അതിന് ഒന്നും സംഭവിച്ചില്ല. കർത്താവ് പറഞ്ഞത് നല്ലൊരു ഉപമയാണ്. പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല, പണിതതിനാൽ വീട് വീണില്ല. അതുകൊണ്ട് നമുക്ക് സുസ്ഥിരമായ ഒരു ക്രൈസ്തവ വിശ്വാസവും ഒരു ജീവിതവും ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് ആ പാറമേൽ പണിയപ്പെട്ട ഒരു ക്രൈസ്തവ ജീവിതം നാം പണിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ക്രിസ്തുവാണ് അടിസ്ഥാനം, ക്രിസ്തുവിൻ്റെ വചനമാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനങ്ങൾ മാറി മറിയാനുള്ള കാരണങ്ങൾ നമുക്ക് അല്പമായി പരിശോധിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തു പറ്റി ഈ മനുഷ്യർക്ക്? നമുക്കറിയാം, ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച വേദഭാഗത്ത് അവിടെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ചും അല്ലാത്ത മനുഷ്യനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്.
എന്നാൽ ഒരാൾ പാറമേൽ പണിത ബുദ്ധിമാൻ, മറ്റൊരുത്തൻ എന്ത് ചെയ്തു? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ആ മനുഷ്യൻ്റെ കുറിച്ച് അവൻ ബുദ്ധിമാനാണെന്നോ വിഡ്ഢിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ്റെ ഒരു തീരുമാനമായിരുന്നു, അവൻ്റെ വചനങ്ങളെ കേട്ട് അത് ചെയ്യാനായിട്ട് അവന് തീരുമാനമായിരുന്നില്ല. അവൻ മണലിൽ മേൽ പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ പൊരിച്ചെരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റു അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്നത് ഈ വലിയ വീഴ്ചകളാണ്. വലിയ വലിയ സഭകൾ, വലിയ സഭാ നേതാക്കന്മാരിന്ന് വീണ് തരിപ്പണമായിരിക്കുകയാണ്. കാരണം എന്താണ്? അടിസ്ഥാനങ്ങളില്ലാതെ ഈ മണലിന്മേൽ പണിത വീട്. ഈ ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവിടെ അത് തകർന്നു പോവുകയാണ്. അതുകൊണ്ട് വാസ്തവമായിട്ടുള്ള കർത്താവ് പറഞ്ഞ പോലെ പാറമേൽ നമുക്ക് അടിസ്ഥാനം ആവശ്യം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പാറയാണ്. അത് തീർച്ചയായിട്ടും അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവൻ മാറ്റമില്ലാത്ത പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ച ഉപമ പോലെ തന്നെ ഈ രണ്ടാമത്തെ മനുഷ്യൻ എന്തുകൊണ്ട് അപ്രകാരം ചെയ്തു? ആദ്യത്തെ മനുഷ്യൻ ബുദ്ധിമാനായി എന്തുകൊണ്ട് പാറമേൽ പണിതു എന്നുള്ളത് നമുക്ക് അതിനുള്ള കാരണങ്ങൾ നമുക്ക് അല്പമായി പരിശോധിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, കപട ഭക്തക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പ്രവാചകനിലൂടെ ഇസ്രായേലിനെ സംബന്ധിച്ചും ഇങ്ങനെ സ്വഭാവമുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചും അത് നേരത്തെ കർത്താവ് പ്രവാചകനെ അരുളി ചെയ്ത് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവിടെ പറയുന്നത് കപടഭക്തി, വ്യാജമായ ഭക്തി, മനുഷ്യരെ കാണിക്കുന്ന ഭക്തി, പള്ളി ഭക്തി, പുരോഹിത വർഗത്തെ പ്രീതിപ്പെടുത്താനുള്ള ഭക്തി, മനുഷ്യനെ കാണിക്കാനുള്ള ധർമ്മശീലങ്ങൾ, തൽപ്രവൃത്തികൾ, ഇതൊക്കെ കപട ഭക്തിയാണ്. അതുമാത്രമല്ല, അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഈ ലിപ് സർവീസാണത്. അതുപോലെ തന്നെ അവർ എന്നെ മനുഷ്യ കൽപ്പനകൾ, എങ്കിലും അവർ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവിടെയാണ് കർത്താവ് മാറ്റം വരുത്തുവാനും ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൻ്റെ വ്യത്യാസമാണ്. അവിടെയാണ് മാനസാന്തരം വരേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും അവരുടെ ഹൃദയമെങ്കിൽ നിന്ന് ദൂരെ അകന്നിരിക്കുകയാണ്. ദൈവത്തോട് അടുക്കുന്നതിന് പകരം നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഈ പാപികളായ നമ്മെ പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കാനാണ്. അതിന് നമ്മൾ റിക്കൺസീലിയേഷൻ എന്ന് പറയും, നിരപ്പ് നമുക്ക് പ്രാപിക്കേണ്ട ആവശ്യം അതിനോട് വന്നത്. എന്നാൽ മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് കപട ഭക്തിക്കാരായ മനുഷ്യർ, അവരുടെ ഹൃദയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് 6-ാം വാക്യത്തിൽ. 7-ാം വാക്യത്തിൽ മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പലപ്പോഴും നാം ചെയ്യുന്ന പല പ്രവൃത്തികളും മനുഷ്യകൽപ്പനകളായതുകൊണ്ട് അതൊന്നും യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളാണ്. ജീവിതകാലം മുഴുവൻ പള്ളിയിൽ പോയാലും സകല കുദാശകൾ ചെയ്താലും ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണ്. സംഘടിതമായിട്ടുള്ള ചില കാര്യം, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്നും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. നെവർ. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയും ഈ ഉപദേശങ്ങൾ നൽകേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്കിഷ്ടം പോലെ അങ്ങ് ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യകൽപ്പന ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവർ വ്യർത്ഥമായി ഭജിക്കുക ആരാധിക്കുകയാണ്. ഇന്ന് പല ആരാധനകളും അത് വ്യർത്ഥമാണ്. ദൈവം പ്രസാദിക്കുന്ന ഒന്നേ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കപടഭക്തി, അധരം കൊണ്ട് ദൈവത്തിന് ബഹുമാനം, ഹൃദയം
ദൈവത്തിൽ നിന്ന് അകലെ മനുഷ്യകൽപ്പന ഉപദേശങ്ങളെ കൊണ്ട് വ്യർത്ഥമായ ദൈവത്തെ ഭജിക്കുന്നു, ആരാധിക്കുന്നു. ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യ സമ്പ്രദായം പ്രമാണിക്കും. അതാണ് അടുത്ത മനുഷ്യന് പറ്റിയിരിക്കുന്ന അടിസ്ഥാനം ഇങ്ങനെ മാറിപ്പോകാനുള്ള വേറൊരു കാരണമാണ് അവർ സമ്പ്രദായം, നമ്മൾ ട്രഡീഷൻ എന്ന് പറയും. ഈ ട്രഡീഷൻ കൊണ്ട്, അതാണ് 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഒന്നും മാത്രമല്ല, പലതും. ട്രഡീഷൻസ്, സമ്പ്രദായങ്ങൾ. മനുഷ്യൻ കാലാകാലങ്ങളിലായിട്ട് പല സമ്പ്രദായങ്ങളും അത് തിരുവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അത് സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, സംഘടനകളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ സഭാ ചരിത്രം പഠിച്ചു നമുക്കറിയാം. AD 300 വരെയെങ്കിലും ഏക സത്യസഭയായിരുന്നു. അതിന് തുടർന്നുള്ള സഭാ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി 1642 ഉണ്ടായ ട്രെൻഡ് സുനഹദോസിന് ശേഷം കത്തോലിക്ക സഭയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളും അവരുടെ കർമ്മങ്ങളും അത് എത്രയോ വലിയ സമ്പ്രദായങ്ങളാണ് അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് AD ആദ്യം മുതലേ ഉണ്ട്, എങ്കിലും അത് കൂടുതൽ ശക്തമായിട്ട് ഇന്നാളുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ വരുമെന്നുള്ളത് പോലും അവിടെ അവരുടെ ഭക്തന്മാരായിരിക്കുന്നവർക്ക് അറിയില്ല. ഇനിയും ഒരുപാട് സമ്പ്രദായങ്ങൾ അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ദൈവകൽപ്പന വിട്ടുകൾ മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. അതിൻ്റെ 7-ന്റെ 13 സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുവാൻ പലതും ചെയ്യും. പലതും. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് അത് പ്രമാണമല്ല എങ്കിൽ, അത് നമ്മുടെ വിശ്വാസത്തിനും അത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിനും അടിസ്ഥാനം അല്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്, വ്യാജമാണ്, കപടമാണ് എന്ന് വേദപുസ്തകം പറയുകയാണ്. അതുപോലെ മർക്കോസിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എല്ലാവരോടും കേട്ട് ഗ്രഹിച്ചു കൊള്ളു. അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ജാഗ്രത നോട്ടീസാണത്. 14-ാം വാക്യത്തിൽ പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് എല്ലാവരും കേട്ട് ഗ്രഹിച്ചു കൊള്ളുകയും. അതുകൊണ്ട് ദൈവവചനം വായിക്കുകയും കേൾക്കുകയും അത് ഗ്രഹിക്കുക എന്നുള്ളത് തീർച്ചയായും ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ച് അതിന്മേൽ പണിത് അതിൽ സമാധാനവും സന്തോഷവും നിത്യമായ പ്രത്യാശയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 7-ാം അധ്യായം മർക്കോസിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ള എളിയ ശുശ്രൂഷക്കാർ ഞങ്ങൾ വിളിച്ചു പറയുന്നവരാണ്. എന്നാൽ ഇത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവവചനം പറയുന്നത്. തീർച്ചയായിട്ടും അത് കേൾവിക്കാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ചെവിയുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് പരിശോധിച്ച് അത് അപ്രകാരം തന്നെയോ എന്ന് പരിശോധിച്ച് അതിൽ വിശ്വസിച്ച് അത് അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ 7-ന്റെ 16 ഞാൻ വായിച്ചു. കർത്താവ് പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കറിയാം വെളിപാട് പുസ്തകം, അത് കർത്താവായ യേശു ക്രിസ്തു അവസാനമായി അപ്പസ്തലനായ യോഹന്നാനിലൂടെ നൽകിയ വെളിപ്പാടാണ്. അതിൽ 7 സഭകളുണ്ട്. അത് 7 സഭകൾക്ക് ദൂതുണ്ട്. ഈ 7 സഭകൾക്കുള്ള ദൂത് അവസാനിക്കുന്ന ഇപ്രകാരം തന്നെയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ചെവി നമുക്ക് നൽകിയിരിക്കുന്നത് കേൾക്കാനാണ്. അത് ഉപയോഗിച്ച് കേട്ട് കേൾവിയാൽ വിശ്വാസം നമുക്ക് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വാക്യങ്ങൾ വായിക്കാം. ഇത് വായിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത്. ഇന്ന് പലതരത്തിലുള്ള യേശു ക്രിസ്തുവാണ് സഭകളിലുള്ളത്. ഒന്ന്, പുൽക്കൂട്ടിൽ ജനിച്ച മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു, അത്ഭുതങ്ങളാലും അടയാളങ്ങളും ശുശ്രൂഷ ചെയ്ത യേശു ക്രിസ്തു. 2, മൂന്നാമതായി കാൽവരി ക്രൂശിൽ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പകരക്കാരനായിട്ട്
രക്തയാഗ ബലിയായി തീർന്ന യേശു ക്രിസ്തു. നാലാമത് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. 5 ശിഷ്യന്മാർ കാണുകയെ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു. 6 പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇതിൽ ഏത് യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതെല്ലാം ഒരു വ്യക്തി തന്നെയാണ്. അവൻ കാര്യങ്ങൾ പൂർത്തിയാക്കി, പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കി ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ഇന്ന് സ്വർഗത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, അവൻ ആരാണ് എന്നുള്ളത്, അതായിരിക്കണം നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് പലർക്കും എന്താണ് ഇൻഫാൻറ്റ് ജീസസാണ്. പലർക്കും ഇന്ന് കാൽവരി ക്രൂശ്, ഇന്ന് ആ ക്രൂശ് അപ്രകാരം തന്നെയാണ്. ഇതിലൊക്കെ മാറ്റം നമുക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1-ാം അധ്യായത്തിൻ്റെ വെളിപാട് 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വാക്യങ്ങളോ നമ്മൾ വായിച്ച് ഞാൻ തുടരാം. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രന സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രം ഉണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൽ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുമുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. സഭയുടെ നാഥനായ കർത്താവ് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പല സഭകളും പഠിപ്പിക്കുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയല്ല കർത്താവ് യേശു ക്രിസ്തു. അവനെക്കുറിച്ച് തന്നെക്കുറിച്ച് താൻ പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്ന എന്നേക്കുമായി ജീവിച്ചിരിക്കുകയാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാക്കാൻ. മരണവും ജീവനും അത് തീരുമാനിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനുള്ള വിശ്വാസം, അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ കാൽവരി മനുഷ്യൻ്റെ മഹത്വവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. അത് ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ അടിസ്ഥാനങ്ങൾ അംഗീകരിക്കാത്തതിന് കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടും എന്തുകൊണ്ട് നാം ഇതിലെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലേക്ക് 1-2 കാര്യങ്ങൾ വായിച്ച് ഞാനത് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടിസ്ഥാനങ്ങൾ അംഗീകരിക്കാത്തതിന് കാരണം 1, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചമായ ക്രിസ്തുവിനെ മനുഷ്യർ അംഗീകരിച്ചില്ല, വിശ്വസിച്ചില്ല. കാരണം എന്താണ്? അവരുടെ ഹൃദയം, അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ ആരോടും ഒരു വ്യക്തിപരമായിട്ട് പറയുന്നൊരു കാര്യമല്ല, വേദപുസ്തകത്തിലും ദൈവവചനം പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അതുകൊണ്ട് നമ്മൾ ഇരുളിന് പകരമായിട്ട് വെളിച്ചത്തെ സ്നേഹിക്കണം, ക്രിസ്തുവിനെ സ്നേഹിക്കണം. അത് നമ്മുടെ അടിസ്ഥാനമായി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. 12-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വേഗം ഓടിച്ച് വായിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളയിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ട് മറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. പരശീശ്വരുടെ കാര്യമാണ് പറയുന്നത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഇവൻ ദൈവപുത്രനാണ്, യഹൂദന്മാരുടെ മശീഹയാണ്, ലോകരക്ഷിതാവാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരെന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നതിന് കാരണം പറയാം. അതിന് 37 വാക്യത്തിൽ ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവരെ കാണുകെ അവരെ അടയാളം ചെയ്തോ അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. ഒരു എഴുത്തുകാരൻ പറയുകയാണ്, ഉദ്ധരിച്ചുകൊണ്ട് യെശയ്യാപ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ യോഹന്നാൻ എഴുതുകയാണ്, കർത്താവെ, ഞങ്ങൾ അംഗീകരിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവുവാൻ ഇടവന്നു. അവൻ തൻ്റെ ജനത്തിലേക്ക് വന്നു, തൻ്റെ ജനം അവനെ അംഗീകരിച്ചില്ല. അത് യഹൂദന്മാർ ചെയ്ത വലിയൊരു കുറ്റമായിരുന്നു. നമ്മുടെ മധ്യത്തിലേക്കും നമ്മൾ പലപ്പോഴും നാമധേയ ക്രൈസ്തവരുടെ മക്കളായിട്ട് ജനിക്കുന്നവരാണ്. എന്നാലും ആ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ദൈവവചനം വായിച്ച് അടിസ്ഥാനങ്ങൾ ഉറപ്പുള്ളതാക്കി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 39 വാക്യം, അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു. ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ പലപ്പോഴും ദൈവം തന്നെ ചിലപ്പോൾ അവസരങ്ങൾ നമുക്ക് ഇനി മേൽ കിട്ടുകയില്ല. ഫറവോൻ്റെ ഒരു കാര്യം നമുക്കറിയാം. ഫറവോൻ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ അവൻ്റെ കാണിച്ചു കൊടുത്തു. അവൻ ഓരോ പ്രാവശ്യവും ഹൃദയം കഠിനമാക്കി. പിന്നെ പറയുന്നത് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി എന്നാണ്. അതുകൊണ്ട് നമ്മൾ എളിമയുള്ളവരായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ ഈ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ തിരിയുക, അടിസ്ഥാനങ്ങൾ മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ 41 വാക്യം, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പലരും വിശ്വസിച്ചു. എന്നാൽ പള്ളി ഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലാതാനും. എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് ബിലീവേഴ്സാണ്. ഒരു രഹസ്യമായിട്ട് ഒരു മശിഹ എന്ന് മനസ്സിലാക്കി വിശ്വസിച്ചു. എന്നാൽ പലരെയും ഭയപ്പെട്ട് അവനെ ഏറ്റു പറഞ്ഞില്ല. അങ്ങനത്തെ ക്രിസ്ത്യാനികൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു പ്രത്യക്ഷമായ ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷ്യം നിലനിർത്തുന്ന വ്യക്തികൾ ഇന്ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 43 അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അപ്പോൾ നമ്മൾ എന്ത് സ്നേഹിക്കുന്നു? മനുഷ്യൻ്റെ മാനം വേണോ? ദൈവം നൽകുന്ന മാനം. ദൈവം ആഗ്രഹിക്കുന്നതിന് പുത്രനിൽ വിശ്വസിക്കുക, അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മൾ വിശ്വസിക്കുക. അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ മഹാപ്രഭയും നിമിത്തം അത് രക്ഷയ്ക്ക് അത് മുഖാന്തരമാകുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 12 46 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഏറ്റു പറഞ്ഞില്ല. കാരണം ദൈവത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അവർ സ്നേഹിച്ചു. ഇന്ന് പലപ്പോഴും മനുഷ്യനെ സഭയുടെ നേതാക്കന്മാരെ നമ്മുടെ കാര്യസാധ്യതത്തിന് വേണ്ടിയുള്ള ഒരു ജീവിത രീതിയാണ്. ഒരു ക്രൈസ്തവ അടിസ്ഥാനങ്ങളിൽ പണിയപ്പെട്ടതായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷയമുള്ള കാര്യം തന്നെയാണ്. പരസ്യശുശ്രൂഷയിൽ പ്രസംഗിച്ച 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പരസ്യശുശ്രൂഷ ആരംഭിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നായിരുന്നു. മർക്കോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഉണ്ടാക്കി പറയുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. 1-2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതാണ് കർത്താവ് പറഞ്ഞു തുടങ്ങിയത്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം.
ദൈവവും ദൈവരാജ്യവും ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളോടും പദ്ധതിയോടും പ്ലാനുകളോടും നമ്മൾ യോജിക്കണമെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടണം, മനസ്സിന് അന്തരം വരണം. ദൈവവചനത്തിലേക്കും ദൈവവചനത്തിലേക്കും നമ്മൾ തിരിയേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ആ കർത്താവ് യേശുവിൽ വിശ്വാസത്തിൻ്റെ സുവിശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, എൻ്റെ അവസാന ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. 16-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ അവൻ അവരോട്, തൻ്റെ അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. സുവിശേഷത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി, അത് നമ്മുടെ അടിസ്ഥാനമാണ്. ആ സുവിശേഷത്തിലാണ് ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവൻ്റെ ശുശ്രൂഷ, പാപരഹിതമായ ജീവിതം, അവൻ പാപികൾക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നുള്ളത് പറയുകയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവവചനം പറയുകയാണ്. അങ്ങനെ വിശ്വസിച്ചവർ സ്നാനപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ശോചനീയമായ അടിസ്ഥാനങ്ങളില്ലാതായി തീർന്നിരിക്കുകയാണ്. നവീകരണ കാലത്ത് 1515 മാർട്ടിൻ ലൂതർ ആരംഭിച്ച, ദൈവം അവനോട് പ്രവർത്തിച്ച അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വിശ്വാസികളുടെ സ്നാനം. മാമോദീസ അല്ല, മുഴുകൽ സ്നാനം. അതാരാണ് ചെയ്യേണ്ടത്? വിശ്വാസികളുടെ സ്നാനം, വിശ്വാസികളുടെ പൗരോഹിത്യം. വിശ്വാസികൾക്ക് വേദവസ്തം വായിക്കാനും അത് വ്യാഖ്യാനം ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് നമുക്ക് വേദവസ്തം ലഭിച്ചത്. ഇന്ന് ഇതൊക്കെ എവിടെ പോയി? പാരമ്പര്യത്തിലേക്ക്, മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് അത് തീർന്നിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് പ്രസംഗിച്ചു, അപ്പസ്തലന്മാർ പഠിപ്പിച്ചതുമായ ദൈവിക സത്യങ്ങളിലേക്ക് മാനസാന്തരപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും അപ്പസ്തലന്മാർ പഠിപ്പിച്ച ദൈവിക സത്യങ്ങളിലേക്ക് മാനസാന്തരപ്പെടുമോ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ തക്കണം ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് തൻ്റെ പുത്രനെ അയച്ചതിനായിട്ട് നന്ദി പറയുന്നു. പഠിപ്പിച്ച കാര്യങ്ങൾ കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ നമുക്ക് ചെവി നൽകിയിട്ടുണ്ട്. അത് ചെവി ഉപയോഗിച്ച് അത് കേട്ട് അതിനെക്കുറിച്ച് മാനസാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.